ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ ആ വെള്ളാർമല സ്കൂളിന്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അവിടുത്തെ ആ പ്രദേശം ഇല്ലാതായതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെയായിരുന്നു നമ്മുടെ മാധവേട്ടന്റെ വീട്. മാധവേട്ടൻ കഴിഞ്ഞ 3 ദിവസമായി ഈ മേപ്പാടി ക്യാമ്പിൽ വരുന്ന ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് മാധവേട്ടനുണ്ട്. എൻ്റെ ചേച്ചിയാണ്, പിന്നെ അളിയനുമാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് ടെറസിൻ്റെ മേലെ പോയി കയറി ഇരുന്നാണ് ഞങ്ങൾ വിളിച്ച ഫോണിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ മേലെ പോയി ഇരുന്നോളാം, ബാക്കിയുള്ളവരൊക്കെ പോയിക്കോട്ടെ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കൂടി അവർ കൈ കാണിച്ചതാണ്. മറ്റേ അടുത്തുള്ള അയൽവാസികളൊക്കെ വിളിച്ച് പറഞ്ഞു നിങ്ങളവിടെ നിൽക്കേണ്ട, വേഗം വന്നോളി പറഞ്ഞത്. പക്ഷെ അന്ന് വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ അവരെല്ലാവരും പോയി. ഈ ഒരു 9 മണി 10 മണിയായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ 4 കുടുംബങ്ങൾ കൂടി എല്ലാം കൂടിയിട്ടാണ് മേലെ കയറി ഇരുന്നത് തന്നെയാണ്. അപ്പൊ അതിനുശേഷം ഇവർ വരുന്നത് അറിയില്ല, എനിക്ക് ഉറങ്ങിപ്പോയതാണെന്ന് അറിയില്ല. എന്തായാലും നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ചേച്ചി തിരിച്ചു കിട്ടാൻ വഴിയില്ല, പറയ തെരഞ്ഞു സാറ്. 3 ദിവസം മുമ്പ് നാട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞതാണ്. 3 ദിവസം മുമ്പ് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നോളാം, കുറവുണ്ടെന്ന്. മഴ കുറവുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ മാറുന്നില്ല. ഇവിടെ മഴ കൂടണിൽ മാറിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ മാറിയില്ല. പിന്നെ 2:30-ക്കാണ് ഞങ്ങൾ അവിടുന്ന് ഫോൺ വിളിക്കുന്നത് രാത്രി സമയത്ത്. പിന്നെ എല്ലാം സ്വിച്ച് ഓഫ് ആയത് കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അളിയുടെ ഫോൺ എപ്പോഴും റിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോണായിരുന്നു എപ്പോഴും. ചേച്ചിന്റെ ഫോണാണെങ്കിൽ എപ്പോഴും റേഞ്ച് കിട്ടാത്ത കൊണ്ട് ടവർ എപ്പോഴും ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ പറയും സിമ്മ് മാറ്റിയെടുക്കുക, എപ്പോഴും ഒന്നെങ്കിൽ ഫോൺ വിളിച്ച് കിട്ടാൻ. പക്ഷെ അന്ന് രാത്രി അളിയന്റെ ഫോൺ പോലും സ്വിച്ച് ഓഫ് ആയി പോയി. അയൽവാസിന്റെ 2-3 ആൾക്കാരുടെ ഫോൺ വിളിച്ചപ്പോഴും ഇതായത്. ഇതാണ് സാറേ എന്റെ അളിയൻ. ഇത് അളിയനാണ്, ഇതാണ് ചേച്ചി. വീടിന്റെ മുകളിൽ കയറി ഇരുന്നു വരും. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം, നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ വരാമെന്നാണ് അന്ന് 9 മണിക്ക് പറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇത് ഫോണിലൂടെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ മൈസൂരിന്ന്. അപ്പൊ അവര് പറഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് എന്തായാലും മഴ കുറവുണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് കയറാന്നുള്ളതിലാണ്. പക്ഷെ ഏത് സമയത്ത് എന്താണ് സംഭവിച്ചത് ഒരു പിടുത്തല്ല. ഇപ്പൊ ഞങ്ങൾ അവിടെ ഉറങ്ങിപ്പോയും ചെയ്തു. പിന്നെ എണിച്ച് നോക്കുമ്പോൾ 2:30. പിന്നെ ഒന്ന് വിളിച്ച് നോക്കാന്നൊരു മനസ്സ് പതറിയപ്പോ ഒന്ന് വിളിച്ച് നോക്കുമ്പോൾ 2 പേരോട് സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞിട്ട് അയൽവാസിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെ രാവിലെ വിളിച്ചാന്നുള്ള ഇതിൽ രാവിലെ പിന്നെ ചായക്കട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിളിക്കാൻ നോക്കും. 7 മണിക്കാണ് ഇപ്പോൾ ഇവിടുന്ന് വന്ന ന്യൂസ് നമ്മളെ കൂട്ടുകാരന്മാർ വിളിച്ച് പറയണത് സാറേ. അപ്പോഴാണ് അറിയണത് ഇങ്ങനെ ചൂരമ്പലം മൊത്തം പോയി എന്നുള്ളത്. അമ്പലം ഒന്നില്ല, എസ്റ്റേറ്റ് പാടികളൊന്നുമില്ല, ഞങ്ങൾ താമസിച്ച വീടുകളൊക്കെ പോയി, എല്ലാം നിലത്തിലാണ്, ഒക്കെ പുഴ ഒഴുകി കൊണ്ടുപോയി പറഞ്ഞപ്പോഴാണ് ആകെ വിറച്ച്. പിന്നെ അവിടെ നിൽക്കാനുള്ള സമാധാനം ഇല്ലാതെ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അപ്പം തന്നെ പുറപ്പെട്ടു വന്നു സാറേ. പിന്നെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാ ക്യാമ്പിലും നോക്കി, ഒരു സ്ഥലത്തും ഒരാളുടെ പേര് രജിസ്റ്ററിൽ ഒന്നിലും കാണുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 12-1 മണി വരെ ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 മണി ശേഷം എന്തോ ഒരു അസ്വസ്ഥത തുടങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇവിടെ ഇല്ല അവര്. പിന്നെ ഏട്ടൻ പറഞ്ഞു അവർ ടെറസിന്റെ മേലെയാണ് ഇരുന്നതെന്നാണ് അവര് പറഞ്ഞത്. പിന്നെ എന്റെ മോള് നാട്ടില് പറഞ്ഞു. അപ്പൊ അച്ഛന് പറഞ്ഞപ്പോ 9 മണി ശേഷം എന്റെ അടുത്ത് സംസാരിച്ചപ്പോ അമ്മായി പറഞ്ഞു ഞാൻ മേലെ ഇരുന്നിട്ട് നോക്കിയിട്ട് പിന്നെ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അതിനുള്ളിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവിച്ചു പോയ സാറേ. 9 മണിക്കാണ് അവര് ലാസ്റ്റ് ഞങ്ങൾക്ക് വിളിച്ച കോള്. പിന്നെ ഇതുവരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് സ്വിച്ച് ഓഫ് ആയപ്പോൾ ഞങ്ങൾക്ക് സമാധാനം ഇല്ലാണ്ടായപ്പോൾ പിന്നെ ക്യാമ്പിലേക്ക് വന്ന് കൽപ്പറ്റയും പിന്നെ അവിടെ അരപ്പേരൊക്കെ പോയി നോക്കിയപ്പോൾ എവിടെ ഇല്ല. ഹോസ്പിറ്റലുകൾക്ക് നോക്കിയിട്ട് ഒരു രക്ഷയില്ല സാറേ. പിന്നെ നോക്കുമ്പോൾ എന്താണ് ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് കൂടുതൽ അറിവ് കിട്ടാൻ ആയത്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാവരും കൂടി കരയാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ മനസ്സിലായത് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാവില്ല, നഷ്ടപ്പെട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതിനുള്ള ഇതെല്ലാം തെരഞ്ഞും കൂടി ഇരിക്കുകയാണ്. ഇതുവരെ ഇനിയും വന്നിട്ടില്ല. ഇന്നലെ പോയി നോക്കുമ്പോൾ അവിടെ എല്ലാ ബോഡികളും വന്നു, പക്ഷെ മുഖത്തൊന്നും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ്. പിന്നെ അളിയന്റെ മുഖം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ വേറെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. പെങ്ങൾ ഇതുവരെ ഇന്നും തിരിച്ച് വന്നിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ ഒരു വേദന കൊണ്ട് പറയാനോ ഉണ്ടോ ഇല്ല എന്നറിയില്ല സാറേ. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനോ വേറെ ഒന്നുമില്ല സാറേ. മധു അത് കേട്ട് നിന്ന് എന്ത് തിരിച്ചു പറയണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ്. കാരണം ഇത് ആദ്യത്തെ ഒരു ഇതല്ല. ക്യാമ്പുകളിലുള്ള ഓരോ മനുഷ്യരോടും സംസാരിക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്ന അവരുടെ ദുരിതം അത് ചെറുതല്ല. അതിനെന്ത് മറുപടി നൽകും, എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക? അവരുടെ മകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എന്ത് ഉറപ്പാണ് തിരികെ നൽകാൻ കഴിയുക? വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അവിടെയുള്ള മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.